പ്രൈസ് ദി ലോർഡ്. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 28/9/2025 എന്ന ദിനത്തിൽ വീട്ടിലെ സഭായോഗം. അങ്ങനെ ഞങ്ങൾക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് അവസരം തരുന്നു. അതോർത്ത് നന്ദിയോടെ സ്തോത്രം. ചിലർ പേരിക്കും സഭായോഗത്തിന് ഹോളിൽ തന്നെ പോയാലേ നടക്കുള്ളൂ. അങ്ങനെയൊന്നുമില്ല. പ്രവൃത്തി പുസ്തകത്തിൽ വീട്ടിലെ സഭായോഗം, വീട്ടിലെ സഭ എന്ന് ഒത്തിരി സ്ഥലത്ത് കാണും. സംഖ്യാപുസ്തകത്തിൽ ഇസ്രായേൽ സഭയെക്കുറിച്ച് ദുഷ്ടസഭ എന്ന് കാണും. പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ ശരീരമാം സഭ, മണവാട്ടിയായ സഭ, കന്യകയായ സഭ. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന സഭ, സഭയെക്കുറിച്ചൊക്കെ ഒത്തിരി പഠിക്കേണ്ട കാര്യങ്ങളാണ്. പുതിയ നിയമസഭയുടെ ആവിർഭാവം പ്രവൃത്തി പുസ്തകം 2-ാം അധ്യായമാണ്. യേശുക്രിസ്തു അതിനെക്കുറിച്ച് സുവിശേഷങ്ങളിൽ സൂചന കൊടുത്തു. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, വന്നുമിരിക്കുന്നു. അതൊരു സൂചനയാണ്. അത് നടന്നത് പ്രവൃത്തി പുസ്തകം 2-ാം അധ്യായത്തിലാണ് നമുക്ക് അതിൻ്റെ പഠനം കിട്ടുന്നത്. പുതിയ നിയമസഭയുടെ ചരിത്ര പുസ്തകം പ്രവൃത്തി പുസ്തകം. അപ്പോൾ അങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ പുതിയ നിയമസഭ അവിടെ ആവിർഭവിച്ചു. ആത്മാവിൻ്റെ ആരാധന അവിടെ തുടങ്ങി. ഇന്ന് ആത്മാവിൻ്റെ ആരാധന സഭകളിൽ നിന്ന് ദുഷ്ടപിശാച് എടുത്തു മാറ്റി. എങ്ങനെ എടുത്തു മാറ്റി പാസ്റ്ററെ? അവിടെ പാട്ട് തിരികെ കയറ്റി. പാട്ടൊക്കെ നമുക്കിഷ്ടമുള്ള കാര്യം, ഞാനും പാടുന്ന ആളൊക്കെയാണ്. കരായൊക്കെയൊക്കെ നന്നായിട്ട് പാടാൻ ശ്രമിക്കുന്നുണ്ട്. നന്നായിട്ട് പാടും ഒരുവിധമൊക്കെ. വലിയ മെഗാ സിംഗർ അല്ലെങ്കിൽ പാട്ടൊക്കെ നല്ലതാണ്. പക്ഷേ പാട്ട് ആരാധനയായിട്ട് ആരും പറയരുത്, പഠിപ്പിക്കരുത്. കാരാഗ്രഹം പ്രവൃത്തി 16-ൽ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അവർ പാടി സ്തുതിച്ചു, അവർ പാടി ആരാധിച്ചു എന്നൊക്കെ അവിടെ നമുക്ക് കാണുന്നു. പാട്ടുപാടി. ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച 94 ചോദിക്കും, അത് ഏത് പാട്ടാണെന്ന് പറയണം. ഇന്ന് പാട്ട് പാടി തിമിർക്കുന്നവർ പറയണം അത് ഏത് പാട്ടാണെന്ന്. നമുക്കത് പാടാം. ഏത് പാട്ടാ അത്? ഏത് പാട്ട്? ആത്മാവിൽ പാടി. നമ്മളും ആത്മാവിൽ പാട്. നമ്മളും ആത്മാവിൽ പാടുന്നു. ഈ സഭായം തുടങ്ങുമ്പോൾ ഒരു പാട്ടെടുത്ത് അങ്ങോട്ട് പാടി, തുടക്കത്തിൽ ഒരു പാട്ടങ്ങോട്ട് പാടി ആത്മാവിലാവുക. എന്നിട്ട് ആത്മാവിൽ പാടുക, ആത്മാവിൽ ആരാധിക്കുക. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, വന്നുമിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, ദൈവത്തെ നമസ്കരിക്കും ഇങ്ങനെയുള്ളവരായിരിക്കണം. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. പൗലോസ് പറഞ്ഞു, ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം. ഫിലിപ്പിയർ 3:3 പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുക. ഈ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുക എന്ന് പറഞ്ഞാൽ പാട്ട് പാടുന്നതാണോ? അല്ല. ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ഇന്നത്തെ ക്രൈസ്തവ സമൂഹം പോകുന്നല്ലോ എന്ന് അവർക്ക് വലിയ ദുഃഖമുണ്ട്. ജനറൽ കൺവെൻഷന് 100 പെൺകുട്ടികളെയും 100 ആൺകുട്ടികളെയൊക്കെ നല്ല കളറുള്ള ഉടുപ്പൊക്കെ ഉടുക്കി എറണാകുളം പട്ടണത്തിലേക്ക് ഇഷ്ടം പോലെ ഞങ്ങൾ കണ്ടതാണ്. അപ്പോൾ പാട്ട് പാടിയവരും കാശുണ്ടാക്കിയവരും എല്ലാം പോയി. ഇന്ന് ആരുമില്ല ഭൂമിയിൽ. നല്ലൊരു ശതമാനം പോയി. എങ്ങോട്ട് പോയി? ആർക്കറിയാം. നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, വചനത്തെ നിന്ദിക്കുന്നവൻ അതിന് ഉത്തരവാദി. യാക്കോബിന്റെ ലേഖനത്തിലുണ്ട്, സഹോദരന്മാർക്കെതിരെ ദൂഷണം പറയുന്നുണ്ട്. ഞാൻ ദൂഷണമല്ല പറയുന്നത്, ദാറ്റ് ഈസ് റിയൽ ട്രൂത്ത്. യാഥാർത്ഥ്യമാണ് പറയുന്നത്. ആത്മാവിൻ്റെ ആരാധന പുതിയ നിയമം പഠിപ്പിക്കുമ്പോൾ അത് പാട്ടാക്കിയാൽ ശരിയാകത്തില്ല. ആത്മാവിൻ്റെ ആരാധന ആത്മാവിൽ തന്നെ നടക്കണം. പഴയ നിയമ ആരാധന എന്തായിരുന്നു? നല്ലവനല്ലോ അവൻ്റെ ദൈവം എന്നേക്കുമുള്ളത് എന്ന് പറഞ്ഞ് ജനം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ പറഞ്ഞ് പാട്ട് പാടി, നല്ലവനല്ലോ അവൻ്റെ ദൈവം എന്നേക്കുമുള്ളത്. ആണ്ടൃതിയിൽ ഇപ്പം നമ്മളും പാടിക്കൊണ്ടിരിക്കുകയല്ലേ, നല്ലവനല്ലോ അവൻ്റെ ദൈവം എന്നേക്കുമുള്ളത്. ആവർത്തന പുസ്തകം 28-ാം അധ്യായം എടുത്ത് അങ്ങോട്ട് പ്രസംഗിക്കുകയല്ലേ. നിന്റെ കൊട്ടയും മാവും പട്ടിയും പൂച്ചയും എല്ലാം അനുഗ്രഹിക്കപ്പെടും, എല്ലാം അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ചോദിക്കും, പട്ടി അനുഗ്രഹിക്കപ്പെടുമോ? ഒരു പാസ്റ്ററിൻ്റെ വീട്ടിൽ 4 പട്ടിയാണ്. മനുഷ്യ തിന്നാലിരിക്കുമ്പോൾ 4 പട്ടിയാണ്. കാരണം അമേരിക്കൻ പണമാണ് ഒഴുകുന്നത്. മോനൊരുത്തനുണ്ടായിരുന്നു, അപ്പനും അമ്മയും കുത്തിക്കൊല്ലാൻ മനസ്സുള്ള ഒരു സീമന്തപുത്രൻ. പാസ്റ്ററുടെ മോനാ. ഒരു ബൈക്ക് മേടിച്ചു കൊടുത്തു. ബൈക്കിൽ ചെത്തി നടന്നു. ഗേൾഫ്രണ്ടായി. ഗേൾഫ്രണ്ടിനെയും കൊണ്ട് ചെത്തി ഷാപ്പിൻ്റെ ഉള്ളിൽ കയറി ഇരുന്ന് ചെത്താൻ തുടങ്ങി. വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ ഷാപ്പിൽ ഇരിക്കുക, മേലെ തന്നെ വിളിച്ചു പോകരുതെന്ന് ഒരു പാസ്റ്റർ വീട്ടിൽ വന്നപ്പോൾ പറയുക. സ്തോത്രം. പോലീസുകാരെ കണ്ടപ്പോൾ
അടിക്കാൻ പോയി പോലീസുകാരെല്ലാം കൂടി അടിച്ച് ചുരുട്ടി കൂട്ടിയെടുത്ത് ജയിലിൽ കൊണ്ടുവിട്ടു. പിന്നീടുള്ള കഥയൊന്നും അറിയത്തില്ല. വിശ്വാസ കുടുംബങ്ങളിൽ നടക്കുന്ന കാര്യമാണ് ഞാനീ പറയുന്നത്. ആദിമസഭ ആത്മാവിൽ ആരാധിച്ച്, ആത്മാവിൽ രൂപാന്തരം പ്രാപിച്ച്, ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി, അവരുടെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി ആദിമസഭ തീർന്നു. അങ്ങനെയുള്ളവർ നിത്യതയിൽ പോയി. ഇപ്പോൾ ഇതൊക്കെ എങ്ങോട്ടായി പോകുന്നത്? ഒരു പിടിയും കിട്ടുന്നില്ല എനിക്ക്. ഞാൻ വേദനിച്ചു കൊണ്ടിരിക്കുക. സ്വർഗരാജ്യത്തേക്ക് പോകാനുള്ള വഴിയാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അപ്പോസ്തലന്മാർ പറയുന്ന ഉപദേശം കേട്ടപ്പോൾ ഞാൻ പേടിച്ചരണ്ടിരിക്കുക. കാരണം അതിൽ ക്രിസ്തുവിൻ്റെ ഭാവം വേണം, ക്രിസ്തുവിൻ്റെ മനസ്സ് വേണം, അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാണ്. എന്നാൽ അങ്ങോട്ട് പോകാം. അല്ലെങ്കിലോ കൈവിടപ്പെട്ടു പോകും. അയ്യോ പാസ്റ്റർ, ഇതിനൊക്കെ ഒത്തു വാക്യങ്ങളുണ്ടോ? കറക്റ്റായിട്ടുണ്ടല്ലോ വാക്യങ്ങൾ. ഹല്ലേലൂയ. പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകണം ഈ ഭൂമിയിൽ വെച്ച്. നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു എന്ന് കൊരിന്ത്യർ 2:16. ഫിലിപ്പി ലേഖനം 2:5. ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ഇതൊക്കെ വാക്യങ്ങളല്ലേ? ഇതൊക്കെ വചനങ്ങളല്ലേ? പുതിയ നിയമ തിരുവെഴുത്തല്ലേ? ഇതൊക്കെ വിട്ടുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാൻ പറ്റുമോ? അതുകൊണ്ട് പുതിയ നിയമസഭ അപ്പോസ്തല ഉപദേശത്തിലേക്ക് മടങ്ങി വരട്ടെ, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലേക്ക് മടങ്ങി വരട്ടെ, ക്രിസ്തുവിൻ്റെ പ്രമാണത്തിലേക്ക് മടങ്ങി വരട്ടെ. തമ്മിൽ ഭാരങ്ങളെ ചോപ്പിൻ, ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ. അല്ലാതെ നമുക്ക് രക്ഷയില്ല പ്രിയമുള്ളവരെ. അംബേദ്കർ എഴുതി വെച്ച ഒരു നിയമസംഹിതയുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആ നിയമം അനുസരിച്ചാണ് നമ്മുടെ ഇന്ത്യ രാജ്യം പോകുന്നത്. അപ്പോൾ ചോദിക്കും, പാസ്റ്റർ അങ്ങനെയാണോ പോകുന്നത്? അയ്യോ, അഴിമതി നടത്തുന്ന ഭരണാധികാരികൾ അതിനെല്ലാം കാറ്റിപ്പുറത്തി അവരവർക്ക് തന്നിഷ്ടപ്രകാരം അവർ പോകുന്നേ. നിരപരാധി ശിക്ഷിക്കപ്പെടുന്നു, കുറ്റവാളി രക്ഷപ്പെടുന്നു. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നേ. പാവം പിടിച്ചൊരു പൂജാരിയെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിച്ചതച്ച നിയമപാലകന്മാർ. അപ്പൊ എവിടെയാണ് നമുക്ക് നിയമവാഴ്ച? കയ്യൂക്കുള്ളവന് കാര്യസ്ഥൻ. ഒരു പോലീസുകാരൻ്റെ വരുമാനം ലക്ഷങ്ങളാണ്. പാരാണ്ടം പറയണ്ടേ, കൈക്കൂലി മേടിച്ച് കോടിക്കണക്കിന് രൂപ കൈക്കൂലി മേടിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറി നമ്മുടെ പല ഗവൺമെൻറ് സ്ഥാപനങ്ങളും ജീവനക്കാരും. അഴിമതിയിൽ മുങ്ങി കുളിച്ചു കിടക്കുക പ്രിയമുള്ളവരെ. കൈക്കൂലി വാങ്ങുന്നത് ശിക്ഷാർഹമാണെന്ന് ബോർഡെഴുതി വെച്ചിട്ട് പുറകിൽ കൂടി കൈക്കൂലി വാങ്ങുക. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എൻ്റെ അമ്മ മരിച്ചിട്ട് ഡെത്ത് സർട്ടിഫിക്കറ്റ് പോയിട്ട് കാശ് കൊടുത്തിട്ട് ഡെത്ത് സർട്ടിഫിക്കറ്റ് എനിക്ക് തന്നത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കൈക്കൂലി വാങ്ങുന്നത് ശിക്ഷാർഹമാണ്. അതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തോടെ പറയുന്നത്. പുതിയ നിയമസഭയുടെ പ്രമാണങ്ങളെ കാറ്റിൽ പറത്തി, ആത്മാവിൻ്റെ ആരാധന കാറ്റിൽ പറത്തി, ആത്മനിറവൻ ജീവിതത്തെ കാറ്റിൽ പറത്തി, ആത്മസ്വഭാവങ്ങളെ കാറ്റിൽ പറത്തി. പരിശുദ്ധാത്മാവ് വന്നതോടുകൂടെ പുതിയ നിയമസഭയുടെ തുടക്കമായി. പത്രോസ് ആത്മനിറവിൽ പ്രസംഗിച്ച് 3000 പേർ രക്ഷിക്കപ്പെട്ടു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടുകൊട്ടായി മരിച്ചപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു. കർത്താവിൻ്റെ വരയിൽ എടുക്കപ്പെടണമെങ്കിൽ ഇത് ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ ഒരു രക്ഷയില്ല. ഞാനിതങ്ങ് പറഞ്ഞു വെക്കുക, സത്യമായിട്ട്. ഇത് പറഞ്ഞു വെച്ചിട്ട് ഞാൻ എൻ്റെ വഴിക്ക് പോയാൽ എൻ്റെ കാര്യവും പോക്ക. ആ ഭയമേണ് എനിക്കുള്ളൂ, വേറൊരു ഭയവും ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ആരാധിപ്പൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക, എന്നെ ആരാധിപ്പൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക, എന്നെ ആരാധിപ്പൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക എന്ന് ദൈവം സ്തോത്രം ആ ഫറവോനോട് മോശ മുഖാന്തരം പറയുന്നുണ്ട്. എത്രയോ പ്രാവശ്യങ്ങൾ പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 7, 8, 9, 10 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇഷ്ടംപോലെ പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. മനുഷ്യ സൃഷ്ടിച്ചത് എന്തിനാ? ദൈവത്തെ ആരാധിക്കാൻ. ദൂതന്മാരെ ആദ്യം സൃഷ്ടിച്ചു എന്തിനാ? ദൈവത്തെ ആരാധിക്കാൻ. ദൂതൻ ആ കൃത്യ നിർവഹണത്തിൽ നിന്ന് മാറിയപ്പോൾ എന്ത് ചെയ്തു? ദൈവം അവനെ വെട്ടിക്കളഞ്ഞു. ഉടനെ മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ ദൈവത്തെ ആരാധിപ്പാൻ, എന്നെ ആരാധിപ്പാൻ, എൻ്റെ ജനത്തെ വിട്ടയക്കുക. അപ്പം ദൈവത്തെ ആരാധിക്കാനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് അവൻ്റെ മുഖം കണ്ട് അവനെ ആരാധിക്കും. അവസാന അധ്യായം വരുമ്പോൾ നമുക്കവിടെ അത് പഠിക്കാൻ കഴിയുന്നു. വെളിപ്പാട് പുസ്തകം എടുത്താട്ടെ, 22-ാം അധ്യായം. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 22 ആണല്ലോ. വീഥിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളങ്ക് നദി പോലെ ശുഭ്രമായൊരു ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. നദിക്ക് അക്കരയും ഇക്കരയും ജീവവൃക്ഷമുണ്ട്. 12
വിധം ഫലം കായ്ച്ചു മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. യാതൊരു ശാപവും ഉണ്ടാകുകയില്ല. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിലിരിക്കും. അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവൻ്റെ മുഖം കാണും. അവൻ്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. ഇനി രാത്രി ഉണ്ടാകുകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വെളിച്ചമോ സൂര്യൻ്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരെ പോലെ കർത്താവിനോടൊപ്പം വാഴും. എത്ര മനോഹരമായ നിലയിൽ എഴുതി വെച്ചിരിക്കുക. സ്വർഗത്തിൽ ചെന്ന നമ്മുടെ ഡ്യൂട്ടി ദൈവത്തെ ആരാധിക്കുക. ഇവിടെ ആരാധിച്ച് ആ സന്തോഷവും ആ അനുഭവം പ്രാപിക്കാത്ത അവിടെ ചെന്ന് എങ്ങനെ ആരാധിക്കും? ഇടയ്ക്കൊരു ഫ്ലൂട്ട് വായിക്കുന്ന ഒരു കൊച്ചു പയ്യൻ മരിച്ചുപോയി, സഹോദരൻ. അപ്പോൾ ഒരു പാസ്റ്റർ പറയുക, എന്ത് വെളിവുണ്ടെന്നാണ് എൻ്റെ ചോദ്യം. നമ്മുടെ സഹോദരൻ മരിച്ചുപോയി, അതെല്ലാവർക്കും അറിയാമല്ലോ. അവിടെ കൊണ്ടൊക്കെ എടുത്തേക്കുന്നപ്പോൾ മനസ്സിലായല്ലോ. പുള്ളി പറഞ്ഞിട്ടുണ്ടോ എല്ലാവരും അറിയാൻ. അതിൻ്റെ കാരണം ഇതാണ്, സ്വർഗത്തിൽ മ്യൂസിക് ടീമിൽ ഫ്ലൂട്ട് വായിക്കുന്ന ഒരുത്തനെ കാണാനില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഒരുത്തനെ അങ്ങോട്ട് വിളിച്ചു. അപ്പോൾ അവൻ അവിടെ പോയിരുന്ന് വായിച്ചുകൊണ്ടിരിക്കുക. എന്താണ് നമ്മൾ പഠിക്കുന്നത്? ഇവിടെ അരിയാഹാരം കഴിക്കുന്നവരും ദൈവവചനം ധ്യാനിക്കുന്നവരൊക്കെ ഇവിടെ കുറച്ചുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി വേണം ഈ പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ചോതാൻ. അവിടുത്തെ മ്യൂസിക് ട്രൂപ്പിൽ ഒരാൾ പോയപ്പോൾ ഇവിടുത്തെ മ്യൂസിക് ട്രൂപ്പിൽ നിന്ന് ഒരാളെ വിളിച്ചു. അപ്പം അവിടെ മ്യൂസിക് ട്രൂപ്പും ഇവിടെ മ്യൂസിക് ട്രൂപ്പും എന്തുവായി മനസ്സിലാക്കി? മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ആത്മാവ് വിശ്രാമ സ്ഥലത്തേക്ക് പോകും. കർത്താവിൻ്റെ വരവിൽ അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകും. അവിടെ മ്യൂസിക് ടീമിൽ കർത്താവിനോട് അങ്ങ് വാഴുകയാണെന്നാണ് പറയുന്നത്. അതൊക്കെ പിന്നീടാണ്. സ്വർഗത്തൊന്നും ആരും ഇപ്പം പോകുന്നില്ല ഡയറക്റ്റായിട്ട്. സ്വർഗത്തേക്ക് പോയ ഒരൊറ്റ ആളെ ഉള്ളു. ആരാ? കർത്താവായ യേശുക്രിസ്തു. സ്വർഗത്ത് പോയ ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പൊ പറയും മോശയെ നമുക്കാണ്, മോശയൊക്കെ ഉയർത്തെഴുന്നേറ്റേ ഉള്ളൂ. അതൊരു പ്രവൃത്തിക്ക് വേണ്ടി ദൈവം മാറ്റി വെച്ചിരിക്കുക. അപ്പൊ നമ്മൾ സ്വർഗത്തേക്കല്ല മരിച്ചു കഴിഞ്ഞാൽ പോകുന്നത്. നമ്മൾ വിശ്രാമ സ്ഥലത്ത് പോയി വിശ്രമിക്കുക. കർത്താവിൻ്റെ വരവിൽ അവിടെ നിന്ന് ആത്മാവ് വന്നിട്ട് എന്ത് ചെയ്യും? അവരെല്ലാം ഉയർത്തെഴുന്നേൽക്കും, ജീവനോടിരിക്കുന്ന രൂപാന്തരം പ്രാപിക്കും. ഈ യാഥാർത്ഥ്യങ്ങൾ വചനത്തെ നിന്ന് പഠിച്ചെടുക്കാതെ വല്ലോടത്തും വല്ലോരും പറയുന്ന പൊട്ടത്തരങ്ങൾ പറഞ്ഞ് ജനത്തെ കേൾപ്പിച്ച് ജനത്തെ ആശയക്കുഴപ്പത്തിലാക്കുന്ന കള്ളപ്രവാചകന്മാരും ദുർപദേഷ്ടകന്മാരും കുമിള് പോലെ മുളച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം എൻ്റെ മാന്യ ശ്രോതാക്കൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. ഞാൻ എന്നെ ഏൽപ്പിച്ച വചനത്തിലേക്ക് വരട്ടെ. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായമാണ് ഞങ്ങൾ ഇന്ന് വായിച്ചതും പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്നൊന്നും കൊണ്ട് തീരത്തില്ല. ഒരു 4-5 എപ്പിസോഡെങ്കിലും തീരത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം. യാക്കോബ് പറയുന്നത് 4-ാം അധ്യായത്തിൽ, നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗ ഇച്ഛകളിൽ നിന്നല്ലയോ? ഭോഗ ഇച്ഛ, സുഖത്തിൻ്റെ ഇച്ഛ, ജഡത്തിൻ്റെ ഇച്ഛ. ആത്മസ്വഭാവമുള്ളവന്, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവന് എന്തില്ല? സ്വത്രം. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. സ്വത്രം നമ്മൾ മനസ്സിലാക്കുക. ഹല്ലേലൂയ. നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗ ഇച്ഛകളിൽ, ജഡത്തിൻ്റെ ഇച്ഛകളിൽ, ജഡത്തിൻ്റെ സുഖങ്ങളിൽ നിന്നല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. നിങ്ങൾ കൊല്ലുകയും അസുഖപ്പെടുകയും ചെയ്തിട്ടൊന്നും സാധിക്കുന്നില്ല. നിങ്ങൾ കലയിക്കുകയും ശണ്ഠയിടുകയും ചെയ്തിട്ട് യാചിക്കൊണ്ടൊന്നും കിട്ടുന്നില്ല. നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ടൊന്നും ലഭിക്കുന്നില്ല. യാചന, പ്രാർത്ഥന എന്നുള്ള വിഷയത്തെക്കുറിച്ച് യാക്കോബ് പറയുന്ന ചില ഘനമായ സത്യങ്ങളാണ് യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങളിൽ കാണുന്നത്. ഇതൊന്ന് പഠിച്ചെടുക്കണ്ടേ നമുക്ക്? നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും സ്വർഗത്തിലെ ദൈവം കേൾക്കണമെങ്കിൽ അതിന് കണ്ടീഷൻസ് ഉണ്ട്, അതിന് ഡോക്ട്രിനുണ്ട്, ഉപദേശമുണ്ട്. വചനത്തിൽ അതിന് ഉപദേശമുണ്ട്.
പ്രാർത്ഥന പ്രാർത്ഥന എന്തോ ഒരു പ്രാർത്ഥനയാണ്. ഇവരുടെയൊക്കെ പ്രാർത്ഥന കേട്ട് കർത്താവ് സീറ്റിൽ എഴുന്നേറ്റ് ഓടുക ചെയ്യുന്നു എൻ്റെ ചിന്ത. പ്രാർത്ഥിക്കുന്നൊരു വ്യവസ്ഥ ഉണ്ടെന്നേ. യഹൂദനോട് യാഗം കഴിക്കുന്നൊരു വ്യവസ്ഥ കർത്താവ് പറഞ്ഞു. എന്താ? എൻ്റെ സഹോദരനോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ യാഗവസ്തു ഇവിടെ വെച്ചിട്ട് ഒന്ന് നിരപ്രാപിച്ചിട്ട് പിന്നെ വന്ന് യാഗം കഴിക്കുക. ആരാ അത് ചെയ്യണേ? പകയും പിണക്കും വിദ്വേഷവും കലഹങ്ങളും സ്വത്രം ഹൃദയത്തിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ആര് കേൾക്കുമെന്നാ പറയണേ? യെശയ്യാവ് 1:15 വായിച്ചാ? പുസ്തകമൊന്നുമില്ലല്ലോ. യെശയ്യാവ് 1:15 അങ്ങോട്ട് വായിച്ചേ. എന്താ അവിടെ എഴുതിക്കണമെന്ന് നോക്കാം. പ്രാർത്ഥനയെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ, യെശയ്യാവിൻ്റെ പുസ്തകത്തെ കുറിച്ച് പഠിക്കുമ്പോൾ സുവിശേഷം 5-ാം സുവിശേഷകനായിട്ടാണ് യെശയ്യാവിനെ നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ. നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എൻ്റെ കൺമുമ്പിൽ നീക്കിക്കളവിൻ. തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ. നന്മ ചെയ്യുവാൻ പഠിപ്പിൻ. ന്യായം അന്വേഷിപ്പിൻ. പീഡിപ്പിക്കുന്നവനെ നേർവഴിയാക്കുവിൻ. അനാഥന് ന്യായം നടത്തി കൊടുപ്പിൻ. വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പിൻ. വരുവിൻ, നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാവങ്ങൾ കടുംചുപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും. രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞുപോലെ ആയിത്തീരും. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിൻ്റെ നന്മ അനുഭവിക്കും. മറുത്ത് മത്സരിക്കുന്നുവെങ്കിലോ നിങ്ങൾ വാളിനായിത്തീരും. യഹോവയുടെ വായി അരുളി ചെയ്തിരിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ വ്യവസ്ഥയുണ്ട്. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ കണ്ണു മറച്ചുള്ള എന്താ കാര്യം? നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ദാവീദ് ആലയം പണിയാൻ പോയപ്പോൾ ദൈവം എന്തോ അവനോട് പറഞ്ഞു? നിന്റെ കൈ രക്തം നിറഞ്ഞിരിക്കുക, രക്തം കൊണ്ട് മലിനമായിരിക്കും, നീ പണിയണ്ട, നിന്റെ മകൻ പണിതോളും. പണിയുന്ന സമയത്ത് അവൻ്റെ കൈ നിർമ്മലമായിരുന്നു. അത് കഴിഞ്ഞ് അവൻ്റെ കൈ അശുദ്ധമായിരുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്. പ്രിയമുള്ളവരെ, ദൈവവേല ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, നമ്മുടെ കൈകൾ വെടിപ്പല്ലെങ്കിൽ, വിശുദ്ധമല്ലെങ്കിൽ, നിർമ്മലമല്ലെങ്കിൽ, നമ്മൾ കർത്താവിൻ്റെ വേല ചെയ്യാതെ ഏത് ജോലിയാണ് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് അതങ്ങ് ചെയ്തേച്ചാൽ മതി. ഒരു ഗുണമില്ല. നമ്മുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ വെളിപ്പാടായിട്ട് നമുക്ക് തരുന്നത് യെശയ്യാ പ്രവചനം. മനോഹരമായ നില എഴുതിയിട്ടിരിക്കുന്നു. 53-ാം അധ്യായം തന്നെ ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു ജനിക്കുന്നതിന് സുമാർ 500-600 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പ്രവചനം എന്ന് ഓർത്തോണം. അക്ഷരം പ്രതി നിറവേറിക്കൊണ്ടിരിക്കുക. ഞാൻ ഇസ്രയേലിനെ ഭാരമുള്ള കല്ലാക്കി വയ്ക്കും. മനസ്സിലായില്ലേ? അത് ശരിയായില്ലേ? ഇസ്രയേലിനെ കുറിച്ചുള്ള ഭീതി അറബ് രാജ്യങ്ങൾ പേടിച്ച് വിറയ്ക്കുക. 52-54 രാഷ്ട്രങ്ങളുണ്ടെന്ന് പറയുന്നു. ഇവരിൽ ഇസ്രയേലിന്റെ പേര് ഭയന്ന് വിറയ്ക്കുക അവര്. ഈ ഇടയ്ക്ക് ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് തുർക്കിയും ഈജിപ്തും ഇറാനും മൗനസമ്മതം കൊടുത്ത് എല്ലാവരും കൂടിയൊക്കെ ഒന്ന് തുനിഞ്ഞു. അവസാനം അവർ പറഞ്ഞേ വേണ്ട, നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. കാരണം ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ പറഞ്ഞു, അവരോട് കയറി ഏറ്റുമുട്ടല്ലേ, അവർ യുദ്ധതന്ത്രജ്ഞന്മാരാണ്, അവർ മോഡേൺ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉള്ളവരാണ്, അവരോട് ഏറ്റുമുട്ടിയാൽ നിങ്ങൾ പരാജയപ്പെട്ട് തുന്നം പറ, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരുന്നോളാൻ പറഞ്ഞു. ആ ദൗത്യത്തിൽ നിന്ന് അവർ പിന്മാറി. ഇസ്രയേലിനെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു യുദ്ധം ഗോഗുമാഗോഗ് യുദ്ധമാണ്. ഞാനതെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇസ്രയേൽ പർവ്വതനിരകൾ ഗോഗുമാഗോഗിന്റെ നേതൃത്വത്തിൽ അതൊരു പ്രാവചനിക നിവൃത്തിയാണ്. അവർ കുത്തിയെങ്കിലേക്ക് നോക്കുവാൻ ദൈവം വെച്ചിരിക്കുന്ന ഒരു വിഷയമാണത്. അപ്പോഴേ അവർ പരാജയപ്പെടത്തുള്ളൂ. ഇല്ലെങ്കിൽ അവരോട് ഏറ്റുമുട്ടാൻ ആർക്കും കഴിയില്ല. കാരണം അവർ ദൈവത്തിൻ്റെ ജനമാണ്. തേജോപനായ ദൈവത്തിൻ്റെ പ്രമാണം കിട്ടിയവരാണ്. അവരാരും ദൈവത്തെ അംഗീകരിക്കുന്നു എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അവർ എത്തിക്സ് ഇഷ്ടം പോലെയുണ്ട്, അവർ സ്വയഭോഗികൾ ഇഷ്ടം പോലെയുണ്ട്, അവർ ലോകസ്നേഹികൾ ഇഷ്ടം പോലെയുണ്ട്, അവർ ജഡീകന്മാരാണ് നല്ലൊരു ശതമാനവും. പക്ഷെ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പും ദൈവത്തിൻ്റെ കോളിങ്ങും അവരുടെ മേൽ ഉള്ളിടത്തോളം കാലം പക്ഷി യെരുശലേമിന് ചുറ്റി പറന്ന് അവരെ സൂക്ഷിക്കുന്ന പോലെ അവരെ സൂക്ഷിക്കുമെന്ന് പ്രവാചകവാക്യം ഇസ്രായേലിനെ കുറിച്ച് പറയാനല്ല ഇരിക്കുന്നത്. പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നമ്മുടെ കൈവെടിപ്പായിരിക്കണം. ശലോമൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവം കേട്ടു. യെരുശലേമിന് നേരെ നിന്റെ ജനമായ ഇസ്രായേൽ ജനം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പോരാട്ടങ്ങളും വെല്ലുവിളികളും
ഏത് രീതിയിലുള്ള പ്രതിസന്ധി വന്നാലും യെരൂശലേം ദേവാലയത്തിന് നേരെ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ നീ അവരുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രാർത്ഥിച്ചു വെച്ച ആ പ്രാർത്ഥന സർവശക്തനായ ദൈവം കേട്ടു. അതങ്ങനെ തന്നെ ചെയ്തു എന്നാണ് വേദപുസ്തകം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഈ പ്രാർത്ഥിച്ചവനും ഈ പ്രവൃത്തികളൊക്കെ ചെയ്തവൻ അങ്ങോട്ട് പോയി. അവൻ്റെ പ്രാർത്ഥനയും അവൻ്റെ ജീവിതമൊക്കെ ഏറെക്കുറെയൊക്കെ നല്ലതായിരുന്നു. പക്ഷേ ദൈവവചന വ്യവസ്ഥയെ അനുസരിക്കുന്നതിൽ, വിഗ്രഹാരാധന എന്നുള്ളൊരു വിഷയത്തിൽ സ്വത്രം അവൻ തകർന്ന് തരിപ്പണമായി പോയി. അവൻ്റെ നിത്യത നഷ്ടമായി എന്നാണ് വേദപണ്ഡിതന്മാർ ഒരേ ശബ്ദത്തിൽ പറയുന്നത്. ഞാൻ ആ വിഷയത്തിലേക്ക് മടങ്ങി വരാം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് വേണം? കൈ നിർമ്മലമായിരിക്കണം. നമ്മളെ കഴുകി വെടിപ്പാക്കണം. നമ്മുടെ പ്രവൃത്തികളിലെ ദോഷത്തെ കൺമുമ്പിൽ നീക്കിക്കളയണം. തിന്മ ചെയ്യുന്നത് നിർത്തണം. നന്മ ചെയ്യാൻ പഠിക്കണം. ന്യായം ചെയ്യാൻ പഠിക്കണം. പീഡിപ്പിക്കുന്നത് നിർത്തണം. അവന് നേർവഴി കാണിച്ചു കൊടുക്കണം. അനാഥന് ന്യായം നടത്തി കൊടുക്കണം. വിധവയ്ക്ക് വേണ്ടി വ്യവഹരിക്കണം. കഷ്ടപ്പെടുന്നവരെ സഹായിക്കണം. അതിഥി സൽക്കാരം ചെയ്യണം. കോടിക്കണക്കിന് സമ്പത്ത് സമ്പാദിച്ചു വെച്ചിട്ട് ഒരു 10 പൈസ വേണ്ട രീതിയിൽ കൊടുക്കാത്ത ധനാഢ്യന്മാരായ വിശ്വാസികൾ എനിക്കറിയാം. ഞാൻ ഒരാളെ ഉദ്ദേശമല്ല ഈ പറയുന്നത്. എത്രയോ പേരെ എനിക്കറിയാം. തക്കായി കോടീശ്വരനായിരുന്നില്ലേ? കർത്താവിനെ കണ്ടെത്തപ്പോൾ എന്ത് പറ്റി? പകുതി ചേർത്തൂർ കൊടുത്തു. ചതുവായി വാങ്ങി 4 മടങ്ങ് കൊടുത്തു. സക്കായി ക്ലീനായി. പിന്നെ പൗലൂസിന്റെ ഭാഷയിലേക്ക് അവൻ വന്ന ഉണ്മാനും ഉടുപ്പാനുണ്ടെങ്കിൽ മതിയെന്ന് അവൻ ദൈവരാജ്യത്ത് പോയി. വേറൊരുത്തൻ കോടിക്കണക്കിന് കെട്ടിപ്പറക്കി കൊണ്ടുവന്നിട്ട് അവനോട് പറഞ്ഞു വിറ്റുപറക്കി തരത്തിൽ കൊടുത്തിട്ട് വരാൻ പറഞ്ഞു. മനസ്സില്ല, അവൻ പോയി. എങ്ങോട്ട് പോയി? അവൻ ദൈവരാജ്യത്ത് നിന്ന് അകന്നു പോയി. അങ്ങനെയല്ലേ നമുക്ക് പഠിക്കാൻ കഴിയുന്നേ? അങ്ങനെയല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത്? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ യാക്കോബ് പറയുന്നത് സ്തോത്രം, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ട് ഒന്നും സാധിക്കുന്നില്ല. നിങ്ങൾ കലഹിക്കുകയും ചണ്ടയിടുകയും ചെയ്തിട്ട് യാചിക്ക കൊണ്ടൊന്നും കിട്ടുന്നില്ല. നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്നുണ്ട്. ഭോഗങ്ങളിൽ ചെലവിടുക. ഭോഗം എന്ന് പറഞ്ഞാൽ സുഖത്തിന് വേണ്ടി. ഇന്നത്തെ പെന്തക്കോസ്തുകാര് പ്രാർത്ഥിക്കുന്നതും യാചിക്കുന്നതും അവരുടെ ജഡത്തെ പോഷിപ്പിക്കാനാ. 5 ലക്ഷം രൂപയുടെ കാറ് വിറ്റ് 25 ലക്ഷത്തിന്റെ കാറ് വാങ്ങാൻ അവൻ പ്രാർത്ഥിക്കുന്നേ. ഇപ്പൊ ഉള്ള വീട് ഒന്ന് മോടി പിടിപ്പിക്കാൻ. സ്വത്രം, എന്തൊക്കെ നിലയിലാണ് ഓരോരുത്തർ പ്രാർത്ഥിച്ചു കൂട്ടുന്നത്. അവരുടെ ജഡഭോഗങ്ങളെ, ജഡ ഇച്ഛകളെ, ജഡ ആഗ്രഹങ്ങളെ, ജഡത്തിന്റെ താല്പര്യങ്ങളെ പോഷിപ്പിക്കാനാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പൗലൂസിന്റെ ഒരു കുഞ്ഞു പ്രാർത്ഥന നിങ്ങൾക്ക് എടുത്തു തരാം. എടുത്താട്ടെ. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 9, 10, 11 ഒന്ന് പെട്ടെന്ന് വായിച്ചാട്ട്. ഫിലിപ്പിയ ലേഖനം 9:1, ഫിലിപ്പിയ ലേഖനം 1-ന്റെ 9, 10, 11 പെട്ടെന്ന് വായിച്ചാട്ടെ. നല്ല ശബ്ദത്തിൽ വായിച്ചാട്ടെ. ഫിലിപ്പിയ ലേഖനം 1-ന്റെ പൗലൂസിന്റെ പ്രാർത്ഥന. പൗലൂസിന്റെ പ്രാർത്ഥന ഞാൻ ഈ ദിവസങ്ങളിൽ മെസ്സേജ് ആക്കി പറയാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. വളരെ ശ്രദ്ധേയമായ പ്രാർത്ഥനയാണ്. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 9, 10, 11 നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണമെന്നും ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കണ്ടോ, ഫിലിപ്പിയിലെ വിശ്വാസികൾ കൊണ്ട് പൗലോസ് പ്രാർത്ഥിക്കുന്നേ. എഫേസ്യ ലേഖനത്തിലുണ്ട് പ്രാർത്ഥന, കൊലോസ്യ ലേഖനത്തിലുണ്ട് പ്രാർത്ഥന. പ്രാർത്ഥന എന്നുള്ള സബ്ജക്റ്റ് എടുക്കുമ്പോൾ ഞാനത് വിശദമായിട്ട് നിങ്ങളെ ഗ്രഹിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇവിടെ പറയുന്നത് നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വരണം. ദൈവസ്നേഹമുള്ള വിശ്വാസികൾ ആരുണ്ടെന്ന് എൻ്റെ അനുജൻ്റെ മോന് ഒരിക്കൽ ഞാനിവിടെ പറഞ്ഞോളാം, മോനെ നീ ഈ പുതിയ നിയമ വ്യവസ്ഥയൊക്കെ അനുസരിച്ച് ജീവിക്കണം, അല്ലെങ്കിൽ നമുക്ക് സ്വർഗത്ത് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവൻ എടുത്ത വായിക്ക് പറയുക, ഇന്നത്തെ പെന്തക്കോസ്തുകാർ ഒരൊറ്റെണ്ണം സ്വർഗത്ത് പോകില്ലെന്ന് പറഞ്ഞു. ഞാനങ്ങ് അതിശയിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ എനിക്ക് വെളിപ്പാട് എങ്ങനെ കിട്ടില്ല എന്ന് പറഞ്ഞു. ഒരൊറ്റ എണ്ണത്തിന് സ്നേഹമില്ലെന്ന് പറഞ്ഞു. ദൈവസ്നേഹം എല്ലാം കാപട്യമാണ്. ആത്മാർത്ഥമായ സ്നേഹമില്ല. കാണുമ്പോൾ ഒരു ചിരി,
എന്തുകൊണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു, അടി കൂടി പാരയും. ചിന്തിച്ചോ? ഈ പറയുന്ന പാസ്റ്ററെ നിനക്കിതുണ്ടോ എന്ന് ചിന്തിച്ചോ? എന്നെ കൂടി ചേർത്ത് പ്രതിയാക്കിയ പിന്നെ കുഴപ്പമില്ലല്ലോ. കേൾക്കുന്ന ദൈവമക്കൾ ചിന്തിക്കുക. ഈ സ്നേഹത്തിന് തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്ന ഒരു ഡെഫിനേഷൻ അറിയാമെങ്കിൽ, ഹലോ, അറിയാമോ? തിമോഥെയോസ് ലേഖനത്തിൽ പറയുന്ന സ്നേഹത്തിന് പറയുന്ന ഡെഫിനേഷൻ അറിയാമോ? അറിയില്ല, പത്തോ വായിക്കത്തില്ല, പിന്നെ എന്ത് ചെയ്യും? സ്വതന്ത്രം. തിമോഥെയോസിന്റെ ലേഖനത്തിൽ സ്നേഹത്തെ കുറിച്ച് പറയുന്നത് ശുദ്ധ ഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം. അതാർക്കാ ഉള്ളത്? അതാർക്കാ ഉള്ളത്? ഏത് പാസ്റ്ററിനാ ഉള്ളത്? ഏത് വിശ്വാസികൾക്കാ ഉള്ളത്? അപ്പം നിങ്ങൾ പറയും ഇഷ്ടംപോലെ പേർക്കുണ്ട്. നല്ല കാര്യം, നല്ല കാര്യമൊന്നേ, അങ്ങനെ ഉണ്ടാകണം, എല്ലാവർക്കും ഉണ്ടാകണം. ഈ വേദോസ്തോടത്ത് പ്രസംഗിക്കുന്ന പാസ്റ്റർമാർക്കും വിശ്വാസികൾക്കും പുസ്തകം പിടിച്ചുകൊണ്ട് നടക്കുന്ന എല്ലാവർക്കും ശുദ്ധഹൃദയം ഉണ്ടാകണം. ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം, ഇത് ഉണ്ടാകണം. ഇതില്ലെങ്കിൽ സ്വർഗത്ത് പോകാൻ പറ്റത്തില്ല നമുക്ക്. നമ്മുടെ കപട മുഖങ്ങളൊക്കെ അഴിച്ചുവിടും കർത്താവ്. മനസ്സിലായോ? ജഡത്തിന്റെ പ്രവൃത്തികൾ, ദുർനടപ്പ്, അശുദ്ധി, വിഗ്രഹാരാധന, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് എന്നിവ വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. അതുകൊണ്ടാണ് ഞാൻ ശക്തിയോട് പറയുന്നത് സ്വർഗരാജ്യത്തിൽ ദൈവരാജ്യത്തിൽ ബോധമില്ലെന്ന്. പിന്നെന്താ കുഴപ്പം? എൻ്റെ അനുജൻ്റെ മോൻ പറഞ്ഞപ്പോൾ ഞാൻ അവനെ പ്രശംസിച്ചു. എന്നിട്ട് ഞാനോട് പറഞ്ഞു, നിനക്ക് ഈ വചനമനുസരിച്ച് ദൈവസ്നേഹമുള്ളൊരു വ്യക്തിയായി നീ തീരണം, അല്ലെങ്കിൽ നിനക്കും പോകാൻ പറ്റത്തില്ല. അപ്പോൾ പറഞ്ഞു, അതെ, അങ്ങനെ ആയിരിക്കണം, എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കണം. ഇത് പറയുമ്പോൾ ഒരു അധ്യായം എൻ്റെ ഉള്ളിലോട്ട് കയറി വരിക കേട്ടോ. ഏതാണെന്ന് നമുക്ക് നോക്കാം. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം ഒന്ന് വായിച്ചാട്ട്. സ്നേഹത്തെക്കുറിച്ച് പൗലോസ് പറയുന്ന ഒരു അധ്യായം. ഒരു ഹിന്ദു സഹോദരൻ ഒരിക്കൽ, ഹിന്ദുമാർക്കും രക്ഷിക്കപ്പെട്ടു എന്നൊരു സഹോദരൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഇന്നത്തെ പെന്തക്കോസ്തുകാർ മറന്നുപോയൊരു അധ്യായമാണ് 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം. അവർക്ക് വചനമൊന്നും വിഷയമല്ല, പലയിടത്തും വല്ലവരും പറയുന്ന പൊട്ടത്തരം കേട്ട് ജീവിക്കുന്നവരാണ് ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹം. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരം ഉണ്ടായിട്ടും സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്കൊണ്ട് വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദ്വേഷപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. പ്രവചനപരമോ നീങ്ങിപ്പോകും, ഭാഷാപരമോ നിന്നുപോകും, ജ്ഞാനമോ നീങ്ങിപ്പോകും. അംശമായി മാത്രം അറിയുന്നു, അംശമായി മാത്രം നാം പ്രവചിക്കുന്നു. പൂർണ്ണമായി വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. 11-ാം വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ ഒരുമിച്ചു. പുരുഷനായ ശേഷമോ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. എന്തിനാണ് ഈ വാക്യം ഇതിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വെച്ചിരിക്കുന്നത്? മനസ്സിലായോ? ഉപദേശത്തിന്റെ കാറ്റിനാൽ അലഞ്ഞുരുളുന്ന ശിശുക്കളായാൽ നമുക്ക് തമ്മിൽ സ്നേഹിക്കാൻ കഴിയത്തില്ല. ശിശുക്കളുടെ സ്നേഹം താൽക്കാലികമാണ്. ഇവിടെ ഒരുത്തം കിടപ്പുണ്ട്, ഒരു ശിശു. അവൻ്റെ അപ്പനും അമ്മയും പോയി കഴിയുമ്പോൾ അമ്മാമ്മയോടും അപ്പാപ്പനോടും സ്നേഹം. അതുവരെ ഞങ്ങളെ തിരിഞ്ഞു നോക്കത്തില്ല. അതിൽ ഉടായ്പ സ്നേഹം എന്ന് വേണമെങ്കിൽ പറയാം. കുഞ്ഞല്ലേ, അതുപോലെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അപ്പാപ്പ എനിക്ക് അത് വേണം, അപ്പാപ്പ എനിക്ക് ഇത് വേണം. ആവശ്യം വന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പൊ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള സ്നേഹം. അതാണ് പൗലോസ് പറഞ്ഞ ഉപദേശത്തിന്റെ കാറ്റിനാൽ അലഞ്ഞു ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയ. ശകലത്തിലല്ല, സകലത്തിലും വളരണം. ദൈവവചനം അനുസരിച്ച്, ആത്മീയമായ ഉപദേശങ്ങൾ അനുസരിച്ച് നമ്മൾ ആത്മീയമായി വളർച്ച പ്രാപിച്ച് വരുമ്പോഴേ സ്വത്രം ശൈശവാവസ്ഥ നമുക്ക് വിടാൻ പറ്റത്തുള്ളൂ. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ശിശുവിനുള്ള ത്യജിച്ചു കളഞ്ഞു. പുരുഷത്വത്തിലേക്ക് വന്നപ്പോൾ, വളർച്ചയിലേക്ക് വന്നപ്പോൾ ശൈശവാവസ്ഥ താനേ പോയി. ഈ ഇരിക്കുന്ന കുഞ്ഞ് ഒരു ശിശുപാലകൻ ആവശ്യമുണ്ട്. ഇവനെ സംരക്ഷിക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം. സ്വത്രം ഒരു കോരി കൊടുക്കണം. ഇപ്പോൾ 5 വയസ്സായാലും ഇപ്പോഴും എടുത്തു കൊടുക്കണം അമ്മാമ്മ വായില്. 10 വയസ്സാകുമ്പോഴോ
കോരി കൊടുത്തേച്ചാൽ മതി, അവൻ തീർത്ത് കാലിയാക്കി വെച്ചിട്ട് പോകും. പിന്നെയും തരാൻ പറയും വേണമെങ്കിൽ, സ്വന്തമായിട്ട് എടുത്ത് കഴിക്കും. ഇന്ന് ഒരു വിശ്വാസിയുടെ ജീവിതത്തെ ഞാനെടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു ചെറിയ ആവശ്യം പോലും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ കഴിയാത്ത, ഗുണം പിടിക്കാത്ത വിശ്വാസികൾ, ആത്മീയ വളർച്ചയില്ലാത്ത വിശ്വാസികൾ, ആത്മീയ വർധനമില്ലാത്ത വിശ്വാസികൾ, ദൈവസ്നേഹമില്ലാത്ത വിശ്വാസികൾ. എന്താ അതിൻ്റെ കാരണം? ദൈവവചനം പഠിക്കുന്നില്ല, ദൈവവചനം സഭകളിൽ പഠിപ്പിക്കുന്നില്ല, അപ്പോസ്തലന്മാരുടെ ഉപദേശം പഠിപ്പിക്കുന്നില്ല, സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല, ദയയെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല, ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തുവിൻ്റെ മനസ്സും, ക്രിസ്തുവിൻ്റെ സ്വത്രം എന്താ, ക്രിസ്തുവിൻ്റെ മനസ്സ്, ക്രിസ്തുവിൻ്റെ ഭാവം, ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം. അത് നമ്മൾ പഠിക്കുമ്പോൾ ആ ദൈവസ്നേഹം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞു. വിശക്കുന്നവരെ കാണുമ്പോൾ മനസ്സലിയണം, കഷ്ടത അനുഭവിക്കുന്നവരെ കാണുമ്പോൾ മനസ്സലിയണം. കെട്ടിപ്പറക്കി വെച്ചിട്ട് ഇഷ്ടം പോലെ ഉണ്ടെന്ന് വീൺ പഠിക്കും. ഒരാവശ്യക്കാരൻ മുമ്പിൽ വന്നാൽ കണ്ണടച്ച് കളയും, എൻ്റെ കയ്യിലൊന്നുമില്ല. എന്നിട്ട് വലിയ ഘോര പ്രസംഗം നടത്തുക. ആര് കേൾക്കാൻ? ദൈവമക്കളെ, ശാസിക്കുകയാണെങ്കിൽ ശാസിക്കുക എന്ന് തന്നെ വെച്ചോ. ദിവസങ്ങളിൽ നന്നാകണം നമുക്ക്. സ്തോത്രം.